ഹമാസിന്റെ തലവൻ ഇസ്ദുദ്ദീൻ അൽ ഹദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണം ഗസയിൽ ഉണ്ടായത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇസ്രായേൽ ഇവിടെ കടന്നുകയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. ഗസ സിറ്റിയിലെ റിമാൽ മേഖലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് നേരെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. മറ്റൊരു വാഹനത്തെയും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടതായും 50ഓളം പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സിന്റെയും നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം ഇയാൾ ഇത്തരത്തിൽ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ട് തന്നെ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി ഇയാളുടെ സഹായികളെ അടക്കം തീർക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അതേസമയം ആക്രമണം വിജയകരമാണെന്നും ഹദാദ് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഗസയിലെ സൈനിക കമാൻഡർമാരെ വധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തിയതെന്നാണ് വിവരം. ഇതിനു മുമ്പും ഹദാദിനെ വധിക്കാൻ പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. യുഎസും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നിയമവിരുദ്ധ ആക്രമണം ഉൾപ്പെടെയുള്ള രാജ്യാന്തര നിയമലംഘനങ്ങളെ അപലപിക്കണമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ബ്രിക്സ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് യോഗത്തിനെത്തിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഈ നിലപാട് അറിയിച്ചത്. യുദ്ധത്തെ നിയമവിരുദ്ധമായ വികാസവാദവും യുദ്ധക്കൊതിയുമാണെന്ന് വിശേഷിപ്പിച്ചാണ് അബ്ബാസ് അരാഗ്ചി വാഷിംഗ്ടണിനെ വിമർശിച്ചത്. ഇറാൻ നയതന്ത്ര മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുകയാണെന്നും എന്നാൽ ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സ്വയം പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം തന്നെ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ലെബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ലെബനനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. സംഭവത്തിൽ 2 ഡിഫൻസ് ഉദ്യോഗസ്ഥരും ഒരു സൈനികരും ഉൾപ്പെടുന്നുണ്ട്. തെക്കൻ ലെബനാനിലെ ഹബൂസ് ഗ്രാമത്തിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകാമെന്ന് നിർദ്ദേശം നൽകി മിനിറ്റുകൾക്കകം ഇവിടേക്ക് മിസൈലുകൾ പതിക്കുകയായിരുന്നു. ഇവിടെ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു സംഭവത്തിൽ പരിക്കേറ്റയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ 2 സന്നദ്ധ പ്രവർത്തകർ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നബാത്തിയ മേഖലയിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന സിറിയൻ പൗരനും മകളും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 17 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് ലെബനൻ അധികൃതർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെക്കൻ ലെബനാനിലെ വിവിധ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ വ്യോമസേനയും പീരങ്കി പടയും കടുത്ത ആക്രമണം തുടരുന്നുവെന്നും പറയുന്നു. ലെബനാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മാർച്ച് മുതൽ ഇതുവരെ 2800-ലധികം പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.